നമസ്കാരം. സർക്കാരിനിട്ട് പണിയാനിറങ്ങിയ നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ എം.എൽ.എക്ക് ഒന്നും രണ്ടുമല്ല 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. സർക്കാരിനെതിരെ വിപ്ലവം സൃഷ്ടിക്കാനാണ് അൻവർ എത്തിയത്. എന്നാൽ ആ സമയത്തും എന്തും വിളിച്ചു പറയുക എന്ന കാര്യം മാത്രമാണ് നടന്നത്. ഇപ്പോൾ അതാ പിണറായി സർക്കാർ കൂട്ടിയും കിഴിച്ചും വെച്ചിരുന്ന കണക്കുകൾ എല്ലാം ഒരുമിച്ചങ്ങെടുത്തു. ഇനി ആ പഴയ കണക്ക് പുസ്തകത്തിലെ കണക്കുകൾ ഓരോന്നായി പുതുക്കി എഴുതി കൂട്ടി വെട്ടിക്കളയുക എന്ന പ്രവൃത്തിയാണ്. അതിന്റെ ആദ്യ പടിയാണ് അൻവറിന്റെ കണക്കെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് അൻവറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിനു മുമ്പ് തന്നെ അറസ്റ്റ് ഉണ്ടാവുമെന്ന് അൻവർ കൊട്ടിഘോഷിച്ച് നടന്ന സമയമുണ്ടായിരുന്നു. അതായത് വെളിപ്പെടുത്തലുകളും വിവാദങ്ങളും ഉണ്ടായ സമയത്ത് അറസ്റ്റ് ഇപ്പോൾ ഉണ്ടാകും എന്നാണ് അൻവർ പറഞ്ഞത്. ആ സമയത്ത് സർക്കാർ പതിയിരിക്കുകയായിരുന്നു. അതാണ് പിണറായി സർക്കാർ. അടിക്കേണ്ട സമയത്ത് മസ്തകത്ത് നോക്കി തന്നെ അടിച്ചു. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് DMK പ്രവർത്തകർ തകർത്ത സംഭവത്തിൽ പി.വി. അൻവർ എം.എൽ.എ. പോലീസ് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ പോലീസാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്. അൻവറിന്റെ വീട്ടിലെത്തി നിലമ്പൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. വൻ പോലീസ് സന്നാഹമാണ് ഇവിടെ തമ്പടിച്ചത്. അൻവറിന്റെ വീട്ടിലേക്ക് ആരെയും കടത്തിവിടാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി നേരത്തെ അൻവറിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കനത്ത സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് അൻവറിനെ DYSP ഓഫീസിലേക്ക് കൊണ്ടുപോയത്. ആദ്യം പോലീസിന്റെ അറസ്റ്റുമായി സഹകരിക്കാൻ അൻവർ തയ്യാറായിരുന്നില്ല. പിന്നീട് പോലീസിന് വഴങ്ങുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചുവെന്ന് അൻവറിനെതിരെ FIR പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് വിലയിരുത്തൽ. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന MLA റിമാൻഡിൽ വിടുകയായിരുന്നു. അൻവറിനെ മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റുമെന്നാണ് വിവരം. കേസിൽ ഇന്ന് ജാമ്യാപേക്ഷ നൽകുമെന്നും അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അൻവറിനെ തിരക്കിട്ട് അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിപക്ഷം നിലപാട് ഘടിപ്പിക്കുകയാണ്. MLA റിമാൻഡ് ചെയ്തിരിക്കുന്ന ഈ സമയത്ത് MLAയുടെ അറസ്റ്റിൽ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി ശരിയല്ല എന്നാണ് KPCC പ്രസിഡന്റ് K. സുധാകരന്റെ പ്രതികരണം. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ പി.വി. അൻവറിന്റെ വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട രാഷ്ട്രീയ സാഹചര്യം എന്താണ്? പൊതുപ്രവർത്തകനും MLAയുമാണ് അദ്ദേഹം. പിടികിട്ട പുള്ളിയൊന്നും അല്ല. അറസ്റ്റിനെ പോലീസ് അമിത വ്യഗ്രത കാണിച്ചു എന്നാണ് സുധാകരന്റെ വിമർശനം വന്നിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് കോലാഹലത്തോടെ കോൺഗ്രസിലേക്കുള്ള അൻവറിന്റെ ടിക്കറ്റ് ഏതാണ്ട് തുറന്ന മട്ടാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താം. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TV എൻജോയ് ചെയ്യുക.